യേശു പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. യോഹന്നാൻ 21:1-17 വരെ, 24-25. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അത് ഈ വിധമായിരുന്നു: ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും, ഗലീലയിലെ കാനായിലുള്ള നഥനയേലും, സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും. ശിമോൻ പത്രോസ് അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഞങ്ങളും നിന്നോടുകൂടെ പോരുന്നു, അവർ ഉത്തരം പറഞ്ഞു. അവർ പുറപ്പെട്ടു പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. പക്ഷേ യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവർ ഉത്തരം പറഞ്ഞു, ഒന്നുമില്ല. യേശു ഇങ്ങനെ പറഞ്ഞു, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, നിങ്ങൾക്ക് കിട്ടും. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്നും ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വലയിഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ. ശിമോൻ പത്രോസ് വല കരയ്ക്ക് വലിച്ചു കയറ്റി. അതിൽ 153 വലിയ മീൻ ഉണ്ടായിരുന്നു. ഇത്ര വളരെ മീൻ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. വന്ന് പ്രാതൽ കഴിക്കുവിൻ, യേശു പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ടും ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിക്കുവാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോൻ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യേശു രണ്ടാമതും അവനോട്, ശീമോൻ, യോഹന്നാന്റെ മകനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ ഉത്തരം പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ പാലിക്കുക. യേശു മൂന്നാമതും അവനോട്, ശീമോൻ, യോഹന്നാന്റെ മകനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, നീ സകലതും അറിയുന്നു. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കുക. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവന്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു.